ഐഷു? ശരീരം നുറുങ്ങുന്ന വേദനയുമായിട്ടാണ് ഐഷു കണ്ണു തുറന്ന്. ചുറ്റിലും നോക്കിയപ്പോൾ ഭയങ്കരമായ വെട്ടമുള്ള പോലെ തോന്നി അവൾക്ക്. പരിചയമില്ലാത്ത ഒരു സ്ഥലം പോലെ. അത് വീടായിരുന്നില്ല, അതൊരു ഹോസ്പിറ്റലായിരുന്നു എന്ന് തിരിച്ചറിയാൻ കുറച്ചധികം നിമിഷങ്ങൾ വേണ്ടി വന്നു ഐഷുവിന്. പെട്ടെന്ന് സഹിക്കാൻ കഴിയാത്തൊരു വേദന തൻ്റെ കയ്യിൽ അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വന്നത്. തൻ്റെ ഇടത്തെ കൈയിലെ കൈപ്പത്തിയുടെ തൊട്ട് താഴെ ഒരു കെട്ട്. അതെ, ഇതൊരു പുനർജന്മമാണ്. ഒരു നേരത്തെ തോന്നലിൽ താൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായി കണ്ടെത്തിയത് ഞരമ്പ് മുറിച്ചുകൊണ്ടായിരുന്നല്ലോ. അവൾ ആ നുറുങ്ങുന്ന വേദനയിലും മായ്ക്കാൻ പറ്റാത്ത ആ ഓർമ്മകളിലേക്ക് ഒന്നുകൂടെ ഒന്ന് സഞ്ചരിച്ച് കണ്ണടച്ചു വെച്ച് അവൾ തൻ്റെ ഓർമ്മകളോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. സ്നേഹനിധിയായ ഉമ്മയുടെയും ഉപ്പയുടെയും പൊന്നോമനായ ഐഷു. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുടുംബക്കാരാൽ സമൃദ്ധമായ കുടുംബം. ഒരു വിശേഷമുണ്ടായാൽ എല്ലാവരും ഒത്തുകൂടി സന്തോഷവും ബഹളവും ഭക്ഷണവുമായി അടിച്ചു പൊളിച്ചാണ് ഓരോ നിമിഷവും അന്നെല്ലാം അവൾ കഴിഞ്ഞിരുന്നത്. ഉപ്പ ഖാദറിനും ഉമ്മ ജമീലാക്കും പൊന്നോമനയായ ഐഷു ഏറെക്കാലം മക്കളില്ലാത്തവർക്ക് മക്കയിൽ പോയതിനു ശേഷം കിട്ടിയ നിധിയായിട്ടാണ് അവർ വളർത്തിയത്. കുഞ്ഞുനാൾ തൊട്ട് 10ാം ക്ലാസ് വരെ കുടുംബത്തിലെയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി പൊന്നോമനയായി അവൾ വളർന്നു. പഠിക്കാനും മറ്റെല്ലാ കലാപരിപാടികൾക്കും ഐഷു മുന്നിലായിരുന്നു. എന്തിനു പറയണം, ഈ സന്തോഷങ്ങളെല്ലാം 10ാം ക്ലാസ്സിൻ്റെ പബ്ലിക് പരീക്ഷ എഴുതിയിരുന്ന സമയം വരെ നിലനിന്നിരുന്നുള്ളൂ. മലബാറിലെ ഒരു സാധാ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഐഷുവിന് തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടുതൽ യാത്ര ചെയ്യാനുള്ള അനുമതി കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നില്ല. 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ നിരവധി കല്യാണാലോചനകളാണ് അവളെ തേടിയെത്തിയിരുന്നത്. 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചതിന് ശേഷം കല്യാണം കഴിപ്പിക്കുമെന്നുള്ളത് വളരെ വലിയ ഗർവോടെയാണ് അവളുടെ ഉപ്പ എല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിച്ച്. ഏറെ കൊഞ്ചിച്ച് വളർത്തിയ തൻ്റെ മകളുടെ മനസ്സ് പോലും ഖാദറിന് മനസ്സിലായില്ല. ഐഷു പഠിച്ച സ്കൂളിൽ അവളുടെ കൂട്ടുകാർക്കും അവളെ പഠിപ്പിച്ച അധ്യാപകർക്കും അറിയാമായിരുന്നു അവളുടെ സ്വപ്നങ്ങൾ. നേടിയെടുക്കാനുള്ള അവളുടെ ആർജവത്തെ അവരെന്നും പ്രശംസിക്കുമായിരുന്നു. സമൂഹത്തിൽ നാളെ ഉന്നത നിലയിലേക്ക് എത്തി സാധാരണക്കാർക്ക് ഏറെ താങ്ങും തണലും ആയേക്കാവുന്ന ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് ഐഷുവിൻ്റെ കുടുംബം കല്യാണം കൊണ്ട് അവസാനിപ്പിക്കാനായി ഒരുങ്ങുന്നത്. എൻ്റെ പൊന്നുപ്പച്ചിയല്ലേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഞാനൊന്ന് പഠിക്കട്ടെ, എനിക്ക് പഠിക്കണം ഉപ്പച്ചി. തൻ്റെ കല്യാണക്കാരൻ തീരുമാനിക്കുമെന്ന ഘട്ടത്തിൽ വന്നപ്പോൾ അവൾ അവളുടെ ഉപ്പയോട് പറഞ്ഞ വാക്കുകളാണിത്. മോളെ ഐഷു, ഈ നമ്മളെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കരുത്. നമ്മളെ കുടുംബത്തിലെ എല്ലാ പെൺകുട്ടികളും 8-9 ക്ലാസ്സിലെത്തിയപ്പോഴേക്കും കല്യാണം കഴിച്ച് ആൻറ്റി ഈ പ്രായമായ ഓൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ആണക്ക് 10ാം ക്ലാസ് വരെ സമയം തന്നില്ലേ? ഉപ്പാൻ്റെ മോള് നല്ല മോളാ. കുടുംബക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കരുത്. പെൺമക്കളെല്ലാം അന്യ വീട്ടിൽ പോയി വളരേണ്ട മക്കളാ. നിങ്ങൾക്ക് കുടുംബം നോക്കുകയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മോൾ ഉപ്പ പറയുന്ന അനുസരിക്കണം. എൻ്റെ വാക്ക് പാലിക്കാതെ ഞാനിതുവരെ നിന്നിട്ടില്ല. നിനക്ക് ഏറ്റവും അനുയോജ്യമായൊരു ബന്ധം ഇപ്പം ഞങ്ങളെല്ലാവരും കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ അവരോട് വാക്ക് പറയുകയും ചെയ്തു. ഇനി ഈ വാക്ക് മാറിയാ നിന്റെ ഉപ്പ മരിക്കും. മോള് സമ്മതിക്കില്ലേ? ഖാദറിൻ്റെ ഈ വാക്കുകൾ നിറക്കണ്ണുകളോടെയാണ് ഐഷു കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ സ്വപ്നങ്ങളെക്കാളും തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിന് അവൾ വില കൊടുത്തു. അല്ലെങ്കിലും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? അവൾ മിണ്ടാതിരുന്നു. തൻ്റെ സമ്മതം മൗനമായി അറിയിച്ചു. ഉള്ളേറെ നോവുന്നുണ്ടെങ്കിലും ഒരു കല്യാണത്തെ വരവേൽക്കാൻ സാവധാനം അവളും തയ്യാറെടുത്തു എന്ന് വേണം പറയാൻ. പിന്നീട് അങ്ങോട്ട് എല്ലാ ഇടിപിടിയും നടന്നു. പെണ്ണ് കാണലും നിശ്ചയവും നിക്കാഹുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സുഹൈലായിരുന്നു അവൾ നിക്കാഹ് ചെയ്തത്. കുടുംബപരമായിട്ട് ഐഷുവിൻ്റെ വീട്ടുകാർക്കും ഏറെ പരിചയമുള്ള ആൾക്കാർ. കൂട്ടിക്കൊണ്ടുപോകലിൻ്റെ ചടങ്ങ് അടുത്തു വന്നുകൊണ്ടിരുന്നു. സ്വർണ്ണമെടുക്കലും ഡ്രസ്സ് എടുക്കലും ഹോൾ അലങ്കരിക്കലും എല്ലാം ധൃതിയിൽ നടന്നു. പതിയെയാണെങ്കിലും ഒരു മണവാട്ടിയുടെ മനസ്സ് ഐഷുവിനും വന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫോണിലൂടെ സുഹൈലുമായിട്ട് അത്യാവശ്യം ചെറുതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരുന്നു. ഒറ്റമകളായ ഐഷുവിൻ്റെ കല്യാണം അവളുടെ മാതാപിതാക്കൾ ഒരു ആഘോഷം പോലെ തന്നെയാണ് നടത്തിയത്. സുഹൈലിൻ്റെ കയ്യിൽ ഐശ്വര്യയെ ഏൽപ്പിക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ഖാദറിൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മകൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭവം കല്യാണമാണെന്ന് ആ പിതാവ് അപ്പോഴും വിശ്വസിച്ചു. സുഹൈലിൻ്റെ വീട്ടിലെത്തിയ ഐഷു തൻ്റെ വീട്ടിലെ കുഞ്ഞിക്കുറുമ്പി ആയിരുന്നില്ല. സുഹൈൽ അവൻ്റെ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷു ആ വീട്ടിലെ മൂത്ത മരുമോളാണ്. 16 വയസ്സുള്ള ഐഷു പക്വതയുള്ള മൂത്ത മരുമകളുടെ സ്ഥാനത്തേക്ക് മാറുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൈലിന് ആകെ അവശേഷിച്ച് 2 മാസത്തെ ലീവാണ്. ആ 2 മാസക്കാലം യാത്രകളിലൂടെയും വിരുന്നുമായിട്ടും ഐഷു വളരെയധികം സന്തോഷത്തിൽ തന്നെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് സുഹൈലിന് ജോലി സ്ഥലത്തേക്ക് മടങ്ങേണ്ടി വന്നു. സ്വന്തം വീട്ടിലെ രാജകുമാരി മറ്റൊരു വീട്ടിലെ വേലക്കാരിയായി മാറിയെന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണമായി നമുക്കിപ്പോൾ ഐഷുവിൻ്റെ ജീവിതം തന്നെ കാണിക്കാം. അവരുടെ മനസ്സിലെ മകളെന്ന സ്ഥാനം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മാത്രമേ മറ്റൊരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് വേറൊരു വീട്ടിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
അവിടെ അവൾ മരുമകളായി ഉത്തരവാദിത്തമുള്ള ഭാര്യയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് താളപ്പിഴകൾ സംഭവിച്ചേക്കാം. എന്ത് ചെറിയ കാര്യത്തിന് പോലും ഐഷുവിൻ്റെ അമ്മായിയമ്മ കുറ്റപ്പെടുത്തലോടെയാണ് അവളോട് സംസാരിച്ചിട്ടുള്ളത്. സുഹൈലിനോടുള്ള അതിതീവ്രമായ ഇഷ്ടം കൊണ്ട് ഒരുവിധം ഐഷു അഡ്ജസ്റ്റ് ചെയ്തു. വിരഹവും അതിനിടയ്ക്ക് തൻ്റെ വീട്ടിലും സുഹൈലിൻ്റെ വീട്ടിലുമായി അവൾ മാറി മാറി നിന്ന് സമയം കളഞ്ഞു. സുഹൈൽ പോയിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞു. സാധാരണ ഒരു വർഷത്തിൽ ലീവ് കിട്ടുന്ന സുഹൈൽ 6 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയെ കാണാൻ ഓടിയെത്തി. സുഹൈലിന് ഐഷുവിനോടുള്ള പരിഗണന അവൻ്റെ ഉമ്മ മറിയത്തിന് അധികം രസിച്ചില്ല. അവിടം തൊട്ട് ചെറിയ ചെറിയ വിള്ളലുകളും കുത്തുവാക്കുകളും ഉയരാൻ തുടങ്ങി. സുഹൈൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും മക്കളൊന്നും ആവുന്നില്ലെന്ന് പറഞ്ഞായി കുറ്റപ്പെടുത്തൽ. എന്ത് നിസ്സാര കാര്യത്തിനും ഐഷുവിനെ ചൂണ്ടെന്ന് അവരുടെ പതിവായി മാറി. അസഹനീയത ഏറെ വർദ്ധിച്ചപ്പോൾ ഐഷു തൻ്റെ അവസ്ഥ എപ്പോഴോ സ്വന്തം ഉമ്മയോട് പറഞ്ഞു പോയിരുന്നു. ഏറെ അടുപ്പത്തിലായിരുന്ന 2 കുടുംബക്കാർ ഒരു കല്യാണം കൊണ്ട് അകന്നു പോകുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനിടയിൽ വീട്ടിലെ മുറുമുറുപ്പുകൾ വർദ്ധിച്ചപ്പോൾ എപ്പോഴേക്കേ ഐഷു സുഹൈലിനോട് പറഞ്ഞു, നിങ്ങളില്ലാതെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് അസാധ്യമാണെന്ന്. ഒരിക്കലും എന്തോ ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് പോയ ഐഷുവിന് പിന്നീട് വിളിക്കാനെത്തിയ സുഹൈലിനെ കണ്ടപ്പോൾ അവൾ ഇതുവരെ കാണാത്തൊരു മുഖമുണ്ടായിരുന്നു. അതൊരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും പിന്നീട് എല്ലാവരും പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം ഇതിൽ പരിഹരിച്ച്. എന്തായാലും ഇപ്രാവശ്യം സുഹൈൽ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഐഷുവിന് വിശേഷമുണ്ടായി. ഒരു 17 വയസ്സുകാരി അമ്മയാവാൻ ഒരുങ്ങുന്നു. ജീവിതത്തിൽ നിറങ്ങൾ മനസ്സിലാക്കേണ്ട പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങളുടെ വലിയ കെട്ടേൽപ്പിച്ച സ്വന്തം കുടുംബത്തോട് അപ്പോഴും ആ പാവത്തിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. മൗനത്തെ കൂട്ടുപിടിച്ചായിരുന്നു അവൾ എല്ലാവരോടും പ്രതികരിച്ചിരുന്നു. പഠിക്കുന്ന സമയത്ത് കുറുമ്പിയും വളരെ ബോൾഡുമായ ഒരു പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു സാഹചര്യത്തിലേക്ക് തന്നെ ജീവിതം എടുത്തു മാറ്റുമ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാത്ത കുറേ ആളുകൾക്ക് നടുവിലാണെന്ന് മനസ്സിലായി അന്തം വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണം മൗനമല്ലാതെ പിന്നെ എന്തായി മാറാൻ അല്ലേ? ഐഷുവിന് വിശേഷമായി എന്ന് കേട്ട സമയം തൊട്ട് സുഹൈലും സുഹൈലിൻ്റെ ഉപ്പയും വളരെ സന്തോഷത്തോടെയാണ് അവൾ നോക്കിയിരുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും സഹിക്കാതെ സുഹൈലിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. സഹിക്കാൻ കഴിയാതെ വരുന്ന ചില സമയങ്ങളിൽ ചിലതെല്ലാം തൻ്റെ വീട്ടുകാരോട് പങ്കുവെക്കുമ്പോൾ അവരും വാളും പരിചയമായിട്ടാണ് പ്രശ്നം പരിഹരിക്കാനായി ഓടിയെത്തിയത്. എന്തിനു പറയണം, ഒരു പെണ്ണിൻ്റെ ഏറ്റവും അമൂല്യമായ സമയമാണ് ഗർഭകാലം. ആ സമയത്ത് സ്വസ്ഥതയും ശാന്തതയും അനുഭവിക്കാൻ കഴിയാതെ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന തൻ്റെ ഭാര്യയോട് അവളുടെ മനസ്സും അവൾ കഴിക്കുന്ന ഭക്ഷണവും അവൾ അനുഭവിക്കുന്ന സന്തോഷവുമാണ് തൻ്റെ കുഞ്ഞിനെ ബാധിക്കുകയെന്ന് മറന്നുകൊണ്ട് തൻ്റെ വീട്ടുകാരുടെ കുത്തുവാക്കൾ കേട്ട് സുഹൈലും പല രീതിക്ക് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വന്തം വീട്ടിലെത്തിയ ഐഷുവിൻ്റെ അവസ്ഥ കണ്ട് നീ എന്തിനു പേടിക്കണം, നിനക്ക് ഞങ്ങളില്ലേ എന്നൊരു വാക്ക് പോലും പറയാൻ അവളുടെ വീട്ടുകാരും മടിച്ചു. അവർക്കും നഷ്ടക്കണക്കിൻ്റെ കാര്യം മാത്രമായിരുന്നു. തനിക്ക് വേണ്ടി ചിന്തിക്കാൻ പോലും ആരും ഇല്ലേ എന്നുള്ളൊരു ചിന്തയിൽ എപ്പോഴോ തൻ്റെ മനസ്സ് കൈവിട്ടുപോയ നിമിഷത്തിൽ ആർക്കു വേണ്ടി ജീവിക്കണമെന്നൊരു തോന്നലിൽ ജീവിതം അവസാനിപ്പിക്കാൻ അവൾ ഒരുങ്ങി. ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഐഷു ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഐഷു കണ്ണു തുറന്നു. അറിയാതെ അവളുടെ കൈ അവളുടെ ഉദരത്തിൽ ചെന്നു. തക്ക സമയത്ത് ഇവിടെ എത്തിച്ചുകൊണ്ട് അമ്മക്കും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് റൂമിലേക്ക് കയറിയ ഡോക്ടർ അവിടെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞു, ആത്മഹത്യാശ്രമം കുറ്റകരമാണെന്ന് കുട്ടിക്ക് അറിയില്ലേ? എന്നോട് ക്ഷമിക്കണം, പെട്ടെന്നൊരു നിമിഷത്തിൽ ഞാനൊന്നും ഓർത്തില്ല. പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പ് അവൾ വിതുമ്പിപ്പോയി. കുട്ടി, ഈ ജീവിതം നിന്റെയാണ്. നിനക്ക് വേണ്ടിയാണ് നീ ആദ്യം ജീവിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ നീ ബാക്കി എന്തോ ആലോചിക്കാവൂ. ആർക്ക് വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്തെങ്കിലും നിനക്കെന്തെങ്കിലും ഒരു മോശം സംഭവിച്ചാൽ നിന്നെ തള്ളി പറയാൻ ആളുകളുണ്ടാവും. ഏകദേശം കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് പിന്നീട് സംസാരിച്ച് എല്ലാം ശരിയാക്കാം. കുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ടിയെടുത്ത ഈ തീരുമാനത്തിൽ അത്രയ്ക്കും സഹിച്ച് വയ്യാതെയാണ് ഇത്തരത്തിലൊരു അവസ്ഥയിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ജീവിതം തീർന്നു പോയിട്ടുണ്ടെങ്കിലും നഷ്ടം ഐഷുവിന് മാത്രമാണ്. ഈ ഒരു കാരണം കൊണ്ട് പോലും നിന്നെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ടാവും. കല്യാണം ഒന്നിൻ്റെയും തുടക്കവും അവസാനവും അല്ല. ആദ്യം തന്നെ സ്വന്തം ജീവിതം എന്താണെന്നും സ്വന്തം സന്തോഷം എന്താണെന്നും സ്വന്തം തീരുമാനങ്ങൾ എന്താണെന്നും തിരിച്ചറിയാൻ ശ്രമിക്കൂ. ഇന്ന് ഐഷു ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീയാണ്. ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞിനോട് ഐഷുവിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആലോചിച്ച് മറുപടി യെസ് ആണെങ്കിലും നോ ആണെങ്കിലും പറയേണ്ട സമയത്ത് പറയുക. എല്ലാം ഓക്കെ കേട്ടോ. ഒരു പുതിയ ഊർജമാണ് ഡോക്ടറുടെ ആ വാക്കുകളിൽ കൂടെ ഐഷുവിനെ ലഭിച്ച്. അതെ, ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം തള്ളിക്കെടുത്തുന്നത് എന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു. അതെ, ഇത് ഐഷുവിൻ്റെ പുനർജന്മം തന്നെയാണ്. മൗനത്തെ കൂട്ടുപിടിച്ച് ദുഃഖത്തെ വരവേൽക്കാൻ ശ്രമിച്ച ഐഷുവിൻ്റെ അല്ല, തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന ഐഷുവിൻ്റെ. താനിങ്ങനെ ചെയ്തു എന്നറിഞ്ഞിട്ടും ഒരു വാക്ക് കൊണ്ടുപോലും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാത്ത സുഹൈലിന്
ഇനി തൻ്റെ ജീവിതത്തിൽ വേണോ എന്ന് ആലോചിച്ചു. അധികം ചിന്തിക്കാതെ തന്നെ മറുപടി കിട്ടി. വേണ്ട. തന്നെ വേണ്ടാത്തവരെ ഇനി ഒരിക്കൽ കൂടെ സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി സഹിക്കേണ്ട ആവശ്യം തനിക്കില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ചേർത്തുപിടികൾ മതിയായിരുന്നു. ഈ ഒരു അവസ്ഥ എനിക്ക് മറികടക്കാനെന്ന് ഐഷു ആലോചിച്ചു. സുഹേലിന് വേണ്ടി പിന്നെന്തിനാ അവൻ്റെ വീട്ടുകാർ? തൻ്റെ കുഞ്ഞ്, അതൊരിക്കലും ഞാൻ കാരണം വഴിയാധാരമായിരുന്നെന്ന് ആ കുഞ്ഞ് അമ്മ മനസ്സിൽ ചിന്തിച്ച് എന്നെ മനസ്സ് പാകപ്പെടുത്തി. ആ സമയത്തായിരുന്നു അവിടെ ഉപ്പ റൂമിലേക്ക് എത്തിയത്. കൂടെ ഉമ്മയുമുണ്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹരിച്ച് തീർക്കായിരുന്നില്ലേ? ഇതിപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി സുഹേലിൻ്റെ വീട്ടുകാർ മൊത്തം ദേഷ്യത്തിലാ. അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കുന്നായിരുന്നു എൻ്റെ ഭയം. ഞെട്ടലോടെയാണ് തൻ്റെ ഉപ്പയുടെ വാക്കുകൾ ഐഷു കേട്ടത്. അപ്പം ഞാൻ ഉപ്പയുടെ മോളല്ലേ? ഉപ്പയുടെ കുട്ടിയല്ലേ? എനിക്ക് നോവുന്നില്ലേ? എന്നെ എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? ഐഷു അലറിയാണ് ചോദിച്ചത്. ഐഷുവിൻ്റെ ഈ വാക്ക് നടുക്കത്തോടെയാണ് ഉമ്മയും കേട്ടത്. അവരവിടെ അടുക്കിലേക്ക് ചെന്നു. മോളെ എന്താ ഈ പറയുന്നു? കല്യാണം കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ സഹിക്കണം. നീ ഇന്നും ഒറ്റത്തടിയല്ല, ഗർഭിണിയാ. അതിന് ഞാനെന്ത് വേണം? ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രണയിച്ച് ഒളിച്ചോടിയിട്ടൊന്നല്ല ഒരു കുഞ്ഞുണ്ടായത്. എനിക്ക് പഠിക്കണമെന്ന് ഞാൻ ആവത് നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞല്ലേ? കേട്ടോ നിങ്ങൾ രണ്ടാളും? കുടുംബമായിമേ ഒരാൾ കൊടുത്ത വാക്കുമായിരുന്നില്ലേ സ്വന്തം മകളേക്കാൾ വലുത്? എൻ്റെ ജീവൻ ഈ സമയത്ത് പോയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴും സമൂഹത്തിലുള്ള മാനം. ഞാൻ ഈ ബന്ധം ഒഴിയാൻ പോവാ. മാതാപിതാക്കൾ രണ്ടും പരസ്പരം കണ്ണുമിഴിച്ച് നിന്നുപോയി. എന്തൊക്കെ തോന്നിയാസാ നീ പറയുന്നത്? സുഹൈലിനെ ഒഴിവാക്കി ജീവിക്കാന്നാണോ നീ തീരുമാനിക്കുന്നത്? തോന്നിയാസം ഇനിയും ചെയ്താ ഞങ്ങൾ കൂടെ ഇനി ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളും ഉണ്ടാവില്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഐഷുവിൻ്റെ മറുപടി പറഞ്ഞ്. എനിക്കറിയാം എല്ലാവരെയും. ഞാൻ ജീവിക്കും നിങ്ങൾക്കെല്ലാം മുമ്പിൽ തന്നെ. എൻ്റെ ഉള്ളിൽ വളരുന്നൊരു പെൺകുഞ്ഞാണെങ്കിൽ അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശക്തിയായ ഒരു ഉമ്മയുടെ കൂട്ടുണ്ടാവും അവൾക്ക്. അതല്ല ഒരു ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ. സമൂഹത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ശ്വാസം മുട്ടി മരിക്കാൻ ഞാൻ അവരെ സമ്മതിക്കില്ല. നിങ്ങളല്ല ഞാൻ മരിച്ച് ജീവിച്ചതാ ഇന്ന്. ഇനി എൻ്റെ ജീവിതം പന്തളിക്കാൻ നിങ്ങൾ ആരെയും സമ്മതിക്കില്ല. എനിക്ക് ജീവിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളിലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോകാം ഇവിടുന്ന്. എനിക്ക് ജീവിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെടാൻ നിങ്ങളിൽ നിന്ന് ഞാൻ നേടിയെടുക്കും. അർഹതപ്പെട്ട് മാത്രം മതി എനിക്ക്. എൻ്റെ പഠനവും എൻ്റെ കുഞ്ഞിനെ നോക്കിയൊരു ജോലി കണ്ടെത്താൻ എനിക്ക് പ്രയാസം ഉണ്ടാവില്ല. എന്ത് തന്നെ അനുഭവിച്ചാലും നിങ്ങളുടെ ആരുടെയും കാല് പിടിച്ചാൻ വരില്ല. പിന്നെ ഈ ബന്ധം ഒഴിയാൻ അതെനിക്ക് നിങ്ങളുടെ ആരുടെയും അനുവാദം വേണ്ട. ഞാൻ അനുഭവിച്ചതിനെല്ലാം കൃത്യമായ തെളിവുകൾ എനിക്കുണ്ട്. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു ദരിദ്രയായ കുടുംബത്തിലല്ലോ ജനിച്ച്. അതുകൊണ്ട് തന്നെ എൻ്റെ അവകാശങ്ങൾ അവരിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞാൻ നേടിയെടുക്കും. എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി. നിങ്ങൾ ജീവിച്ചു തീർക്ക്. നാട്ടുകാർക്കും സമൂഹത്തിനും കുടുംബക്കാർക്കും ഒക്കെ കാണാൻ വേണ്ടി. നിങ്ങൾ അവരെല്ലാം ആദരിക്കും. കാരണം സ്വന്തം മകളുടെ കണ്ണുനീര് വകവെക്കാതെയാണല്ലോ അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കിയത്. ദയവായി ഈ മനോഭാവത്തിൽ ആരും എന്നെ കാണാൻ വരാതിരിക്കുക. ആ പഴയ പൊട്ടിക്കാളിയല്ല ഞാനിപ്പോൾ. ഐഷുവിൻ്റെ ശക്തമായ തീരുമാനം അറിയിക്കൽ തന്നെയായിരുന്നു അപ്പോൾ നടന്ന്. ഒരു നിമിഷം റൂമിലേക്ക് കയറാൻ തുടങ്ങിയ സുഹൈലും വീട്ടുകാരും അവളുടെ വാക്കുകൾ കേട്ട് സ്തംഭിച്ച് നിന്നു. പുറത്തുനിന്ന് അവളോട് നേരത്തെ സംസാരിച്ച ഡോക്ടറും ഐഷുവിൻ്റെ വാക്കുകൾ കേട്ടൊന്ന് നിന്നുപോയി. എങ്കിലും അറിയാതെ ഡോക്ടറുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അതെ, അവൾ പുനർജനിച്ചിരിക്കുന്നു. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ ദുഃഖം അനുഭവിച്ച്, ദുരിതം അനുഭവിച്ച്, സ്വാതന്ത്ര്യമില്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കളിപ്പാവയായി, വേലക്കാരിയായി ജീവിതം ജീവിച്ച് തീർക്കുന്ന കുറേ ജന്മങ്ങൾ. സ്വന്തം വീട്ടുകാർ പോലും ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാനില്ലായിരിക്കുക. ഓർക്കുക, നോ പറയേണ്ടടുത്ത് നോ പറയാനും എതിർക്കേണ്ടടുത്ത് എതിർക്കാനും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു തവണ തലകുനിഞ്ഞു കൊടുത്താൽ മരണം വരെ ആ കുനിച്ചു കൊടുത്ത വ്യക്തിയുടെ മുമ്പിൽ തലകുനിച്ചോച്ചാനിച്ച് അടിമയായി നിൽക്കേണ്ടി വരും. യഥാർത്ഥ ജീവിത പങ്കാളി എന്നത് തൻ്റെ പ്രിയപ്പെട്ടവളെ അടിമയായി കാണുന്നവളല്ല, തൻ്റെ ഹൃദയത്തോളം ചേർത്ത് പിടിക്കുന്നവരാണ്. പെൺകുട്ടിയായതുകൊണ്ട് മാത്രം തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ത്യജിക്കേണ്ട ആവശ്യമില്ല. പെൺകുട്ടിയാണെന്ന കാര്യം കൊണ്ട് മാത്രം പഠനം നിർത്തി വിവാഹത്തിലേക്ക് ചേക്കേറേണ്ട ആവശ്യമില്ല. തൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ, തൻ്റെ മോഹങ്ങൾക്ക് പിറകെ പായാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, എതിർത്ത് നിൽക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആർജിച്ചെടുക്കാം. ഒരു ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നതും ഒരു ജീവിതത്തിലെ പ്രധാന കാര്യമെന്ന് പറയുന്നതും ഒരിക്കലും വിവാഹം മാത്രമല്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അത് മനസ്സിലാക്കുക. സ്വന്തം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു വിവാഹത്തിനേക്കാൾ ആ പെൺകുട്ടിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് അതായിരിക്കും. കല്യാണം കഴിപ്പിച്ചയച്ചു, അതുകൊണ്ട് ഇനി അവൾ അവരുടെ മാത്രമാണെന്ന് വിചാരിക്കാതിരിക്കുക, അവരുടെ ബാധ്യതയാണെന്ന് മാത്രം വിചാരിക്കാതിരിക്കുക. മകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു രക്ഷിതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയായി അവരുടെ വിഷമം കേൾക്കാൻ തയ്യാറാവുക. നിനക്ക് ഞാനുണ്ട്, ആ ഒരൊറ്റ വാക്ക് മതിയാവും എത്ര വലിയ വിഷമത്തിലും
അവൾ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ, വീട്ടുകാർ എപ്പോഴും കൂടെയുണ്ട് എന്ന ബോധം അവളിൽ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കുക.